Subscribe now. നമസ്കാരം, എല്ലാവർക്കും PSC വാറിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന പ്രധാന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്നു. ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്നു. ആർട്ടിക്കിൾ 16 അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയത്ത് നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 18 പദവി നാമങ്ങൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 19 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21A 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റി. ആർട്ടിക്കിൾ 22 അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 അടിമത്തത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 31 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 45 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 47 മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. 48 ഗോവധ നിരോധനം. ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 51A 11 മൗലിക കടമകൾ. ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 72 കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 101 പാർലമെന്റിലെ ക്വാറം. ആർട്ടിക്കിൾ 102 പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 108 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ആർട്ടിക്കിൾ 110 മണി ബിൽ. ആർട്ടിക്കിൾ 111 പ്രസിഡന്റിന്റെ വീറ്റോ അധികാരം. ആർട്ടിക്കിൾ 112 ബജറ്റ്. ആർട്ടിക്കിൾ 116 വോട്ട് ഓൺ അക്കൗണ്ട്. ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി. ആർട്ടിക്കിൾ 143 പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നു. ആർട്ടിക്കിൾ 148 കംസ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG. ആർട്ടിക്കിൾ 152 ജമ്മു കാശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്നും വേർതിരിക്കുന്നു. ആർട്ടിക്കിൾ 153 ഗവർണർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 161 പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരം. ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറൽ. ആർട്ടിക്കിൾ 213 ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരം. ആർട്ടിക്കിൾ 214 ഹൈക്കോടതിയുടെ രൂപീകരണം. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ. ആർട്ടിക്കിൾ 243K സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർട്ടിക്കിൾ 262 നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നത്. ആർട്ടിക്കിൾ 265 നികുതികൾ. ആർട്ടിക്കിൾ 266(1) കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 279A GST കൗൺസിൽ. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ 300A സ്വത്തവകാശം. ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസ്. ആർട്ടിക്കിൾ 315 പബ്ലിക് സർവീസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ആർട്ടിക്കിൾ 330 SC/ST വിഭാഗങ്ങൾക്ക് ലോക്സഭയിൽ സംവരണം നൽകുന്നു. ആർട്ടിക്കിൾ 331 ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോക്സഭയിൽ സംവരണം നൽകുന്നു. ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ.
ആർട്ടിക്കിൾ 338A ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ആർട്ടിക്കിൾ 338B ദേശീയ പിന്നാക്ക വിഭാഗം കമ്മീഷൻ. ആർട്ടിക്കിൾ 341 പട്ടികജാതിക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 342 പട്ടികവർഗക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 342A പിന്നാക്ക വിഭാഗക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 343 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 371A നാഗാലാൻഡിന് പ്രത്യേക വകുപ്പ്. ആർട്ടിക്കിൾ 371B അസമിന് പ്രത്യേക പദവി. ആർട്ടിക്കിൾ 371J ഹൈദരാബാദ് കർണാടക പ്രദേശത്തെ വികസനത്തിന് വേണ്ടി പ്രത്യേക നടപടി കൈക്കൊള്ളാൻ കർണാടക ഗവർണറെ ചുമതലപ്പെടുത്തുന്നു. അപ്പോൾ ഇതോടുകൂടി പ്രധാന ആർട്ടിക്കിൾ എന്ന ടോപ്പിക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടെ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.